Imagine waking up every day knowing you're alone, not just in your home, but in the challenges you face. For many senior citizens, this is a reality. Simple tasks like getting groceries, scheduling a doctor's appointment, or even reaching out to a loved one can feel overwhelming without the right support. That's where VCare comes in. At its heart, VCare is about people helping people. Our mission is to bring comfort and independence to those who need it most. Through empathy and innovation, we've designed a platform that addresses everyday struggles, whether it's finding a ride to the clinic, getting medical help quickly, or just staying connected with family and friends. ആപ്ലിക്കേഷൻ്റെ മെയിൻ ഫീച്ചേഴ്സ് എന്ന് പറയുമ്പോഴത്തേന് പ്രൊവൈഡിങ് മെഡിക്കൽ സർവീസ്, അതാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ളൊരു ഫീച്ചർ, പ്രൊവൈഡിങ് മെഡിക്കൽ സർവീസ്. പിന്നെ അതേപോലെ തന്നെ ഓർഡർ ചെയ്യാം നമുക്ക് മെഡിസിൻസ്, ഗ്രോസറീസ്, അതേപോലെ ഇങ്ങനെ ഒറ്റയ്ക്ക് താമസിക്കുന്നവർക്ക് മെയിൻ ആയിട്ടൊരു പ്രോബ്ലം ആണല്ലോ ഇതെല്ലാം. അപ്പോൾ അവർക്ക് വേണ്ടി ഓർഡർ ചെയ്യുന്ന ഒരു സിസ്റ്റം ഉണ്ട്. ഗ്രോസറീസ് ആണെങ്കിലും മെഡിസിൻസ് ആണെങ്കിലും അവർക്ക് വേണ്ടി എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അത് നമുക്ക് ഓർഡർ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ട്രാൻസ്പോർട്ടേഷൻ ബുക്കിംഗ്, അവർക്ക് ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യാനായിട്ടുള്ള ബുദ്ധിമുട്ടൊക്കെ ഉള്ളവർക്ക് ട്രാൻസ്പോർട്ടേഷൻ നമ്മൾ അവൈലബിൾ ആക്കി കൊടുക്കും. അതേപോലെ തന്നെ അവർക്കൊരു ക്യാബും അതിനൊരു ഡ്രൈവറിനെ നമ്മൾ അവൈലബിൾ ആക്കും ആ സ്ലോട്ട് അനുസരിച്ച്. പിന്നെ മെഡിക്കേഷൻ റിമൈൻഡേഴ്സ്, ഇവർക്കിപ്പോൾ മെഡിസിൻ എടുക്കേണ്ടതിനെല്ലാം ഓരോ റിമൈൻഡർ നമുക്ക് സെറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ റിമൈൻഡർ അവർ ഫോളോ ചെയ്താൽ ഫോണിലൊരു അലാം പോലെ പ്രവർത്തിക്കും അത്. പിന്നെ ഉള്ളത് വൺ ടാപ്പ് എമർജൻസി ബട്ടൺ. ഇവർക്ക് എന്തെങ്കിലും എമർജൻസി വന്നു കഴിഞ്ഞാൽ ഇതിനകത്തുള്ള ഒരു ഫോണിൽ നമ്മളൊരു എമർജൻസി ബട്ടൺ സെറ്റ് ചെയ്ത് കൊടുക്കുക. ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് നമുക്ക് എമർജൻസി ആയിട്ട് വേണ്ടവർ, ഇതിന് ആവശ്യമുള്ളവർക്കെല്ലാം അതിൻ്റെ ഒരു ഫീഡ്ബാക്ക് ചെല്ലും. പിന്നെ അതേപോലെ തന്നെ ഈസി റെക്കോർഡിങ് നമ്മൾ ഈ ഓർഡർ ചെയ്യുന്നതെല്ലാം റെക്കോർഡായിട്ട് നമ്മളൊരു ഹിസ്റ്ററി പോലെ സേവ് ചെയ്ത് വെക്കും. ആ സേവ് ചെയ്ത് വെച്ചതിൽ നിന്ന് തന്നെ നമുക്ക് റീ ഓർഡർ ചെയ്യാം. പിന്നെ ഒരു സിംപ്ലിഫൈഡ് മെസ്സേജിങ് പ്ലാറ്റ്ഫോം. കോളേജിൽ നിന്ന് ഡിസൈൻ തിങ്കിങ് എന്ന് പറഞ്ഞ ഒരു സബ്ജക്റ്റ് ഉണ്ട്. അപ്പൊ അതിന്റെ ഭാഗമായിട്ടൊരു പ്രോജക്റ്റ് ആണ്. അപ്പൊ ഞങ്ങൾ സെലക്ട് ചെയ്തേക്കുന്ന ടോപ്പിക് എന്ന് വെച്ചാൽ ഈ പ്രായമായവർക്കും ഒറ്റയ്ക്ക് താമസിക്കുന്നവർക്കും ഈ ഡിസബിലിറ്റീസ് ഉള്ളവർക്കൊക്കെ വേണ്ടി വരും. അപ്പൊ നമ്മൾ ഉണ്ടാക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് ഈ ആപ്പിലുള്ളത്, ഈ ആപ്പിന്റെ ഫീച്ചേഴ്സ് ഒക്കെ ഒന്ന് വിശദീകരിക്കാൻ പറ്റുമോ? അപ്പൊ ഇതിലെന്ന് വെച്ചാൽ നമുക്ക് ഈ ഓൺലൈനായിട്ട് ഫുഡ് ഡെലിവറി ചെയ്യാനും, ഗ്രോസറീസ്, ഈ പലചരക്ക് സാധനങ്ങൾ, അതുപോലെ തന്നെ മെഡിസിന്, അതെല്ലാം ഡെലിവറി ചെയ്ത് കിട്ടാനും, അതുപോലെ തന്നെ ഇപ്പൊ എന്തെങ്കിലും ട്രാവൽ ചെയ്യാനും അങ്ങനെയൊക്കെ ചെയ്യുന്നവർക്ക് ഇതുവഴി നമുക്ക് ആരുടെയും സഹായം ആണെങ്കിൽ കിട്ടും. അതുപോലെ തന്നെ എന്തെങ്കിലും എമർജൻസി ഉണ്ടെങ്കിൽ അത് പെട്ടെന്ന് അറിയിക്കാൻ ഒരു എമർജൻസി ബട്ടൺ പോലെ അങ്ങനെ ഒന്നുണ്ട്. അപ്പൊ അതൊക്കെയാണ് ഇതിന്റെ മെയിൻ ഫീച്ചേഴ്സ്. അതുപോലെ തന്നെ നമ്മുടെ ഫാമിലി ഉള്ളവർക്ക് നമ്മൾ ഇതെല്ലാം മോണിറ്റർ ചെയ്യാനും പറ്റും. അപ്പൊ നമുക്ക് എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ അതെല്ലാം നമുക്ക് പറഞ്ഞു തരാനും എല്ലാം ഈ ആപ്പ് വഴി ചെയ്യാൻ പറ്റുന്നതാണ്. ഇതൊക്കെയാണ് ഇതിന്റെ മെയിൻ ഫീച്ചേഴ്സ്. ഈ മൊബൈലിലെ കാര്യങ്ങളൊന്നും അറിയത്തില്ലാത്ത പല ആൾക്കാർ എങ്ങനെയാണ് ഈ ഓൺലൈനായിട്ട് ഇതൊക്കെ എടുക്കാൻ സാധിക്കുന്നത്? അപ്പൊ ഇതിലേക്ക് നമ്മളാണെങ്കിൽ ഒരു വീഡിയോ ട്യൂട്ടോറിയൽ പോലെ ഒരു വീഡിയോ എല്ലാം തയ്യാറാക്കുന്നുണ്ട്. അപ്പൊ അത് നോക്കി അവർക്ക് അത് പഠിക്കാൻ പറ്റും, ഇതെങ്ങനെ യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ പ്രായമായവർക്ക് വായിക്കാനും അതുപോലെ തന്നെ അവർക്ക് സംസാരിക്കുന്നവരെ അത് പ്രവർത്തിപ്പിക്കാനുള്ള ഫീച്ചേഴ്സ് നമ്മൾ ഇതിൻ്റെ അകത്ത് കൊടുക്കാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. പ്രായം ചെന്ന ആളുകൾക്ക് ആശുപത്രിയിൽ അഡ്മിറ്റ് ആയി കഴിഞ്ഞാൽ അവർക്ക് ബൈസ്റ്റാൻഡേഴ്സ് ഒന്നുമില്ല കൂടെ നിൽക്കാനൊക്കെ. അപ്പൊ നിങ്ങൾക്ക് അത് എങ്ങനെ ഈ രീതി വഴി സഹായിക്കാൻ പറ്റും? നമ്മുടെ ഈ ആപ്പിന് പറഞ്ഞാൽ വോളണ്ടിയേഴ്സിനും ഇതിനകത്ത് ആണെങ്കിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റും. അതുവഴി അവർക്ക് ഈ പ്രായമായ അല്ലെങ്കിൽ രോഗികൾ അവരെയൊക്കെ വേണ്ട അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യാനാണെങ്കിൽ അവർക്ക് ഇതിൽ ഓപ്ഷനുണ്ട്. ഇപ്പൊ ഇങ്ങനെ എന്തെങ്കിലും പ്രശ്നമുള്ളവർക്ക് ഈ ആപ്പ് വഴി അത് അറിയിക്കാവുന്നതാണ്. അപ്പൊ അതുപോലെ തന്നെ നമ്മള് ഇനി വോളണ്ടിയേഴ്സ് ഒന്നും ഇല്ലെങ്കിൽ ഇത് നമുക്ക് ഇത് ഇത്ര കാശ് കൊടുത്തില്ല, ഇത്ര ചാർജ് വാങ്ങിച്ച് ഇത് ചെയ്യാൻ ആൾക്കാർ കാണുമായിരിക്കും. അപ്പം അവരുടെ സഹായം തേടി നമുക്ക് ഇതുവഴി നമുക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യാവുന്നതാണ്. ഇപ്പൊ എന്തെങ്കിലും പനിയോ എന്തെങ്കിലും രോഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ അത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനും അതുപോലെ തന്നെ ബാക്കിയുള്ള സഹായങ്ങളൊക്കെ ചെയ്തു തരാനും ഒക്കെ കാണും. അവർക്ക് ഇത്ര ചാർജ് കൊടുക്കുന്നത് അല്ലെങ്കിൽ വോളണ്ടിയേഴ്സ് കാണും. വോളണ്ടിയേഴ്സ് ഇതിന് വേണ്ട സഹായങ്ങളൊക്കെ ചെയ്യും. അപ്പൊ ഈ ആപ്പ് സമൂഹത്തിന് ഉപകാരപ്രദമാകുമെന്ന് തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും ഈ ആപ്പ് സമൂഹത്തിന് ഇന്നത്തെ കാലത്ത് ഉപകാരപ്രദമാണ്. കാരണം ഒത്തിരി ആളുകളും തന്നെ ഒറ്റയ്ക്ക് താമസിക്കുന്നവരാണ്. മക്കളൊക്കെ വിദേശത്ത്, പ്രായം ചെന്നവർ ഇവിടെ ഒറ്റയ്ക്ക് താമസിക്കുന്നു. അവരെ ഹെൽപ്പ് ചെയ്യാൻ ആളുകൾ വളരെ കുറവാണ്. തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു ആപ്പ് തീർച്ചയായിട്ടും ഉപകാരപ്രദമായിരിക്കും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. The Rubik's team poured heart and purpose into the Veker project,
using design thinking to truly understand the struggles of seniors and those living alone. We listened, empathized, and designed a platform that simplifies access to healthcare, transportation, and connection all in one place. VCare isn't just an app. It's a bridge to independence, dignity, and community. We're proud of this step toward making life better for those who need it most, and excited to see the impact VCare will bring.